ഒരുപാട് തെറ്റുകളിലും തിന്മകളിലും വിഗ്രഹ ആരാധനയിലുമൊക്കെ വ്യാപൃതരായിരുന്നു മക്കക്കാരായ ആളുകൾ. അതേ നാട്ടിൽ അവർക്കൊപ്പമായിരുന്നു പ്രവാചകനും താമസിച്ചിരുന്നത്. അവരുടെ ഈ പ്രവർത്തനങ്ങളിലൊന്നും താല്പര്യമില്ലാത്ത പ്രവാചകൻ ഗാർ ഹിറായിലെ ചെന്നുകൊണ്ട് അള്ളാഹുവിനെ ഒറ്റക്ക് ആരാധിക്കുകയായിരുന്നു. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത്. തങ്ങളുടെ ജനതയെ ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കാനുള്ള കൽപ്പനയായിരുന്നു ആ വഹിയിലുണ്ടായിരുന്നത്. അങ്ങനെ പ്രവാചകൻ വളരെ രഹസ്യമായ പ്രബോധനം ആരംഭിച്ചു. തൻ്റെ കുടുംബക്കാരെയും തൻ്റെ അടുത്ത കൂട്ടുകാരെയൊക്കെ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ രഹസ്യമായ ആ പ്രബോധനം 3 വർഷത്തോളം നീണ്ടുനിന്നു. അപ്പോഴാണ് പരസ്യമായ പ്രബോധനത്തിനുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നത്. അങ്ങനെ മക്കക്കാർക്കിടയിൽ പരസ്യമായി ഇസ്ലാമിക പ്രബോധനം പ്രവാചകൻ നടത്തുകയാണ്. ഒരുപാട് പേര് അത് നിരസിക്കുന്നുണ്ട്. അവർ പ്രവാചകനെയും ഒപ്പം വിശ്വസിച്ച വിശ്വാസികളെയും വല്ലാതെ ഉപദ്രവിക്കുകയും പ്രയാസപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ശത്രുക്കൾ മുസ്ലിമീങ്ങളെ വല്ലാണ്ടങ്ങ് ആക്രമിച്ചപ്പോഴാണ് മദീനത്തുൽ മുനവറയിലേക്ക് ഹിജ്റ പോകാനായി പ്രവാചകനോട് അള്ളാഹു കൽപ്പിക്കുന്നത്. അങ്ങനെ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, തൻ്റെ ഇഷ്ടതോഴൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനൊപ്പം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോകുന്നുണ്ട്. അങ്ങനെ പരിശുദ്ധമായ മദീനയിലേക്ക് എത്തുന്ന രംഗം വളരെ മനോഹരമായിരുന്നു. മദീനയിലെ ജനങ്ങൾ വളരെ ആഹ്ലാദഭരിതരായി പാട്ടുകൾ പാടിക്കൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കുന്നത്. ഈ ഹിജ്റയുമായി ബന്ധപ്പെട്ടതുകൊണ്ടാണ് മുഹറം മുതൽ ദുൽഹിജ്ജ വരെയുള്ള മാസങ്ങൾക്ക് അഷ്ഹുറുൽ ഹിജ്രിയ എന്ന് പേരുള്ളത്. മാത്രമല്ല ഈ മാസങ്ങളെല്ലാം തുടങ്ങുന്നത് ആകാശത്തിൽ മാസം കാണൽ കൊണ്ടായതുകൊണ്ട് തന്നെ ഈ മാസങ്ങൾക്ക് അഷ്ഹുറുൽ ഖമരിയ എന്നും പേരുണ്ട്. അതുകൊണ്ടാണ് കാലണ്ടറിന് തഖ്വീമുൽ ഹിജ്രി കാലണ്ടർ എന്ന് പറയുന്നത്. എന്നാൽ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളുടെ കാലണ്ടറിന് തഖ്വീമുൽ മീലാദി എന്നാണ് പറയുന്നത്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജനനം കൊണ്ടാണ് ആ കാലണ്ടർ കണക്കാക്കപ്പെടുന്നത്. ഈ നന്മ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മളെല്ലാം വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ.